നമസ്കാരം, ബിന്ദുവിനാണ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫിറ്റോണിയ ചെടികളുടെ കെയറിങ്ങും പ്രൊപ്പഗേഷനുമാണ്. ഫിറ്റോണിയ ചെടികളിൽ 25ഓളം വെറൈറ്റികൾ ഉണ്ടെന്ന് പറയുന്നു. കുറച്ച് വെറൈറ്റികൾ എൻ്റെ കൈവശമുണ്ട്, ഒരു 8 വെറൈറ്റിയോളം. നമ്മുടെ ടെറേറിയത്തിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ചെടിയാണ് ഫിറ്റോണിയ പ്ലാന്റുകൾ. വളരെ ഭംഗിയായിട്ട് നിൽക്കും. പല കളറിലുണ്ട്, പച്ച, വെള്ള, റെഡ്, അങ്ങനെ വിവിധ കളറുകളിൽ ഫിറ്റോണിയ പ്ലാന്റുകളുണ്ട്. ഇതിനെ നെർവ് പ്ലാന്റ് എന്നും പറയും. ഇതിൽ കാണുന്ന ഈ ഇലകളിൽ കാണുന്ന ഈ വരകളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതിനെ നെർവ് പ്ലാന്റ് എന്ന് പറയുന്നത്. ചെറിയ ചട്ടികളിൽ ഫിറ്റോണിയ നടുന്നതാണ് നല്ലത്. അപ്പം തിങ്ങി നിറഞ്ഞു നിൽക്കും. പിന്നെ നമുക്ക് ഹാങ്ങിങ് ചട്ടികളിൽ തൂക്കിയിടാം ഇതേപോലത്തെ. അപ്പം ഇങ്ങനെ ആയതിന് ശേഷം മാറ്റി വയ്ക്കുക വേറെ ചട്ടിയിലേക്ക് കേട്ടോ. അപ്പോഴാണ് ഭംഗിയിൽ നിൽക്കുക, പെട്ടെന്ന് സ്പ്രെഡായി വരും. കൂമ്പ് നുള്ളി കൊടുക്കണം. പിന്നെ വേറെ ചെടി വെക്കുമ്പോൾ, ഇതിന് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇതിൽ വേരുകൾ വന്നിട്ടുണ്ടാവും ഈ തണ്ടിൽ. ആ വേരുകളുടെ അടിയിൽ വെച്ച് കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് പിടിച്ചു കിട്ടും. ഈ ചെടികളിൽ പൂക്കളുണ്ടാകും. പൂക്കളിന് അത്ര ഭംഗിയില്ല, ഇങ്ങനെ ആണ് പൂക്കൾ ഉണ്ടാകുന്നത്. നോക്കൂ, കണ്ടോ? പക്ഷേ ഇതിൽ വിത്തുകൾ ഉണ്ടാവും. വിത്തിട്ട് മുളപ്പിക്കുന്നതിനേക്കാൾ വേഗത്തിൽ തൈകൾ ഉണ്ടാകുന്നത് കട്ടിങ്സ് ആണ് കേട്ടോ. അപ്പൊ ഈ പൂക്കൾ വെട്ടിക്കളയുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് വേറെ തൈകൾ മുളപ്പുകൾ അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ചെടി കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാൻ സമയമാകുമ്പോൾ എന്ത് ചെയ്യണം? ഒന്നില്ലേ തൂക്കിയട്ടിയിൽ അല്ലെങ്കിൽ താഴെ വയ്ക്കുകയാണെങ്കിൽ പരന്ന ചട്ടിയിൽ വെക്കണം. ഇതിന്റെ വേര് വളരെ ലോലമാണ്. അത് മണ്ണിന്റെ അടിയിലേക്ക് ആഴ്ന്നിറങ്ങുകയില്ല, പരന്നിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് ഹാങ്ങിങ് ചട്ടിയിലേക്ക് ചെടി മാറ്റി നടാം. നല്ല ഹോളുള്ള ചട്ടിയായിരിക്കണം. വെള്ളം പാർന്നു പോകണം, ഒട്ടും കെട്ടി നിൽക്കാൻ പാടില്ല. ആദ്യം ഓടും കഷ്ണങ്ങൾ ഇടാം. അതിനുശേഷം ചകിരിനാര് കുറച്ചിടാം. കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല, കാരണം വേരടിയിലേക്ക് പോകുന്നില്ലല്ലോ. അപ്പൊ കുറച്ച് ചകിരിനാര് കൂടുതലിടാം കേട്ടോ. അതിനുശേഷം പോട്ടി മിക്സില് മണലും ആറ്റുമണലും പകുതി കരിച്ച ഉമിയാണ്. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടാനില്ലെങ്കിൽ പെർലൈറ്റ് ചേർക്കാം. ഉമിക്ക് പകരം പെർലൈറ്റ് ചേർക്കാം. പിന്നെ ആറ്റുമണൽ കിട്ടാത്തവർ നല്ല മണ്ണ് നോക്കി എടുക്കണം. എന്നിട്ട് പെർലൈറ്റ് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഒന്നമർത്തി കൊടുക്കാം. ഈ ചെടിയാണ് മാറ്റി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ വിരല് ചെടിയുടെ ഇവിടെ ഇങ്ങനെ വെക്കാം, ചെടി താഴ്ത്ത് വീഴാതിരിക്കാൻ. എന്നിട്ട് ഒന്ന് പതുക്കെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ പോരും കേട്ടോ. കളിയിലേക്ക് വെച്ചു കൊടുക്കാം. വെച്ചു കൊടുത്തിട്ട് ബാക്കി പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കാം. ചെടി വെച്ച് കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഇത് പടർന്ന് നല്ല ഭംഗിയിൽ വരും. അപ്പോൾ കൂമ്പ് നുള്ളി കൊടുക്കണം കേട്ടോ. ഒരിളകൾ വരുമ്പോൾ കൂമ്പ് നുള്ളി കൊടുക്കാം. നട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സാഫ് കലക്കിയ വെള്ളം, 1 ലിറ്ററിൽ 2 ഗ്രാം വെച്ചിട്ട് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഫംഗൽ രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് ഈ ചെടിക്ക്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ സാഫ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് അത് തടയാൻ സാധിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.